നമ്മൾ മൊബൈൽ ഫോൺ എത്ര കുറച്ച് ഉപയോഗിച്ചാലും പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫുൾ ആകുന്നില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പല ആളുകൾക്കും ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അതിന് പരിഹാരമായിട്ട് നിങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവും, അതെല്ലാം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും, എന്നിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല സ്റ്റോറേജിൽ. ഇതിന്റെ യഥാർത്ഥ വില്ലൻ ആരാന്ന് അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ അയക്കുന്ന ഫോട്ടോസും വീഡിയോസിന്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് വേറൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോൾഡർ പോയിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി, പ്രശ്നം സോൾവ് ആവും. അതായത് നിങ്ങളുടെ 2 വർഷത്തോളമുള്ള കാര്യങ്ങൾ അതിൽ കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈൽ പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫുൾ ആകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ ഫോണിലെ ഫയൽ മാനേജർ എടുക്കുക. ഫയൽ മാനേജർ എടുത്തിട്ട് ശേഷം താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റേണൽ സ്റ്റോറേജ് കാണാൻ പറ്റും. അത് നിങ്ങൾ എടുക്കുക. അതിനുശേഷം ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതെടുക്കുക. അതിനുശേഷം മീഡിയ എന്നുള്ളൊരു ഫോൾഡർ കാണാൻ പറ്റും, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം com.whatsapp എന്നുള്ളൊരു ഫോൾഡർ കാണാൻ പറ്റും, അതെടുക്കുക. അതും എടുത്തിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് വാട്സപ്പ് കാണാൻ പറ്റും. എൻ്റെ ചിലപ്പം വാട്സപ്പ് ബിസിനസ്സും വാട്സപ്പും ഉണ്ടൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിലാണോ കൂടുതലായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് അതിൻ്റെ മീഡിയ എടുക്കുക. ഇങ്ങനെ ഓരോ ഫയലും നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വാട്സപ്പിൻ്റെ ഇമേജസ്, വാട്സപ്പ് വീഡിയോസ്, വാട്സപ്പ് ഓഡിയോസ്, അങ്ങനെ ഒരുപാട് ഫോൾഡേഴ്സ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഫസ്റ്റ് വാട്സപ്പ് ഇമേജ് എന്ന് എടുക്കുക. ഇമേജ് എടുത്തിട്ട് ഇവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും, സെൻഡ് എന്ന പേരിൽ. ആ ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർക്ക് അയച്ച എല്ലാ ഫോട്ടോസിൻ്റെ കോപ്പി ഇവിടെ കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾ വാട്സപ്പ് കൂടെ ക്ലിയർ ചെയ്താൽ പോലും ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫയൽസ് ഡിലീറ്റ് ആവുകയുള്ളൂ. ഇനി ഇത് ഡിലീറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് പെർമനൻ്റ്ലി എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അയച്ച വീഡിയോസിൻ്റെ എല്ലാ കോപ്പീസും ഡിലീറ്റ് ആകുന്നതായിരിക്കും. ഇനി നേരെ തിരികെ ബാക്കോട്ട് വരിക. എന്നിട്ട് വീഡിയോസിൻ്റെ ഫോൾഡർ എടുക്കുക. അതുപോലെ സെൻഡ് എന്നുള്ള ഫയൽ ഉണ്ടാവും, അതെടുക്കുക. അതിലായിരിക്കും കൂടുതൽ സൈസ് ഉണ്ടാവുക, കാരണം അത്രയും വീഡിയോൻ്റെ സൈസ് ഉണ്ടാവും. കാരണം 2 വർഷത്തോളം 3 വർഷത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ആണെങ്കിൽ അത്രയും ഫയൽസ് ഉണ്ടാവും. അതും ഇതുപോലെ മാർക്ക് ഓൾ കൊടുക്കുക. എന്നിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് പെർമനൻ്റ്ലി എന്ന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അനാവശ്യമായിട്ടുള്ള ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസും കൂടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബിൽ നിന്ന് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.